ഹലോ ഗൈസ്, നമ്മളിപ്പോൾ എവിടെയാണെന്ന് അറിയാമോ? ഫറൂഖ് മല്ലിക തിയേറ്ററിന്റെ തൊട്ടടുത്തായിട്ട് ഒരു കാശ്മീർ തന്നെ ഒരുങ്ങിയിരിക്കുന്നുണ്ട്. കാശ്മീർ സെറ്റപ്പിന് പുറമെ തന്നെ കിടിലൻ ഐറ്റങ്ങളാണ്. ഓന്തായിട്ടും പാമ്പായിട്ടും പഴുതാരായിട്ടും പല ജാതി സാധനങ്ങളാണ് അതിൻ്റെ ഉള്ളിലുള്ളത്. ഒരു ഭീമൻ വൈറ്റ് ഹൗസിന്റെ മാതൃകയിൽ ഉണ്ടാക്കിയ ഇതിന്റെ ഉള്ളിലൂടെയാണ് ഇവർ കവാടം ഒരുക്കിയിരിക്കുന്നത്. എന്തായാലും വരൂ, നമുക്കൊന്ന് പോയി നോക്കാം. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണോട് ഒന്ന് അമർത്തിയേക്കുക. 120 രൂപയാണ് ഇവിടെ ടിക്കറ്റ് റേറ്റ് വരുന്നത്. അപ്പൊ നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ നേരെ ചെന്ന് എത്തുന്നത് കാശ്മീരിന്റെ സെറ്റപ്പ് ഒരുക്കുന്ന സ്ഥലത്തേക്കാണ്. കാശ്മീരിന്റെ ഫീല് കിട്ടാൻ വേണ്ടിയിട്ട് ഇവർ ഡെക്കറേഷൻ മാത്രമല്ല കേട്ടോ ചെയ്തേക്കുന്നത്, ഇവിടെ മൊത്തം അങ്ങ് തണുപ്പിച്ചിട്ടേക്കാണ്. ഈ കൊടുംചൂടത്തുനിന്ന് കയറി വരുന്നത് നമുക്ക് അതൊരാശ്വാസം തന്നെയാണ്. എന്തായാലും മഞ്ഞുമലകളിൽ നിന്ന് വെള്ളം ഒഴുകി വരുന്ന സെറ്റപ്പാണ് ഇവരിവിടെ ചെയ്തു വെച്ചിരിക്കുന്നത്. അതിന് കുറുകെ ഒരു പാലമുണ്ട്. പാലം ക്രോസ് ചെയ്തിട്ടാണ് നമ്മൾ പോകുന്നത്. ഇവിടെ നിന്ന് അടുത്ത ഭാഗത്തേക്ക് പോകുമ്പോൾ അടിപൊളി കാഴ്ചയാണ് കേട്ടോ. കാശ്മീരിൽ ഉണ്ടായിരിക്കുന്ന പല നിറത്തിലുള്ള ഇലകളുള്ള പല ചെടികളും മരങ്ങളുമാണ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതിന്റെ ഇലകൾ കാണാൻ തന്നെ എന്തൊരു ഭംഗിയായിരുന്നു കേട്ടോ. ഇവന്മാര് രണ്ടുപേര് കൂളറിന്റെ തണുപ്പ് ആസ്വദിക്കുകയാണ്. ഇവിടെ നിന്ന് നേരെ നോക്കിയാൽ കാണാൻ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള പല കളറുള്ള ഇലകളുള്ള മരത്തെ പറ്റി. ഇത് എന്തൊരു ഭംഗിയായിട്ടാണ് ഇവർ ചെയ്തിരിക്കുന്നത്. നല്ല അടിപൊളിയായി കേട്ടോ ഈ ഒരു സംഭവം. പല നിറത്തിലുള്ള ഇലകള് എന്തൊരു രസമാണ്. ഈ ലൈറ്റപ്പിന്റെ ഒരു വെളിച്ചത്തില് അത് കാണാൻ തന്നെ ഭംഗിയാണ്. ഇതിന്റെ അടിയിൽ നിന്നൊക്കെ ഒരുപാട് പേര് ഫോട്ടോ എടുക്കുന്നുണ്ട് കേട്ടോ. കാശ്മീരിൽ ഉണ്ടായിരിക്കുന്ന സീസൺ ടൈമിലെ ഓരോ കാഴ്ചകളും ഇവർ ഇതിൻ്റെ ഉള്ളിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് തന്നെ ശ്രമിച്ചിട്ടുണ്ടെന്ന് പറയാൻ പറ്റും. കാശ്മീരിന്റെ സീസൺ ടൈമിലെ മഞ്ഞ് വിരിഞ്ഞ കാലത്തെയാണ് നമ്മൾ അധികവും ആസ്വദിക്കാറുള്ളത്. എന്നാൽ ഇവിടെ വ്യത്യസ്തമായി കാശ്മീരിന്റെ പച്ചപ്പ് നിറഞ്ഞ കാലഘട്ടത്തേക്കും ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു സെക്ഷൻ തന്നെ ഒരുക്കിയിട്ടുണ്ട് അവര്. ഈ ഒരു സ്ഥലത്ത് നമ്മൾ ഇതുവരെയായിട്ട് കാണാത്ത പലതരത്തിലുള്ള കോഴികളും പ്രാവുകളും കിളികളും മാറ്റി ഇതൊക്കെ ഇതിൻ്റെ ഉള്ളിൽ ഇവർ തുറന്നു വിട്ടിട്ടുണ്ട്. ഈ മുന്നിലൂടെ പോകുന്ന ഈ കോഴിയെ ഞാൻ ഇതുവരെയായിട്ട് കണ്ടില്ല. ഇത് കോഴിയാണോ കിളിയാണോ തമ്പുരാൻ അറിയാം. ദാ കിടക്കുന്ന സാധനം മോനെ, ഈ ഒരു സാധനം നിങ്ങൾ കാണുകയാണെങ്കിൽ പക്ക ഒറിജിനൽ സാധനമായിരിക്കും. പെട്ടെന്ന് നിങ്ങളെ കണ്ണ് അതിലേക്കായിരിക്കും ഫോക്കസ് ചെയ്യുക. അത്ര ഒറിജിനാലിറ്റിയിലാണ് ഈ പെരുമ്പാമ്പിനോട് സെറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ ഐറ്റാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് എന്ത് സാധനമാണാവോ, കോഴിയാണോ കിളിയാണോ എന്ന് ആർക്കറിയാം. ഇനി വീഡിയോ കാണുന്നവർക്ക് എന്തെങ്കിലും ഇതിനെ പറ്റി ഒരു ഐഡിയ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഒന്ന് പറഞ്ഞേക്കണേ. നമ്മുടെ കാശ്മീരിലൊക്കെ കണ്ടുവരുന്ന ഒരു ഐറ്റമാണ് ഈ യാക്ക്. അതിന്റെ ഒരു കിടില മോഡൽ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് വേണം അതിന്റെ മേലെ കയറി ഫോട്ടോ എടുക്കാവുന്ന സെറ്റപ്പിലാണ് ഇവർ ഇത് ചെയ്തു വെച്ചിരിക്കുന്നത്. പാവം പയ്യൻ, ഞാൻ വീഡിയോ എടുക്കണം കണ്ടപ്പോൾ പേടിച്ചോടിപ്പോയി. നമ്മുടെ ഭായിമാരൊക്കെ ഇതാ ഈ ഒരു യാക്കിന്റെ പുറത്ത് കയറിയിട്ടും സൈഡിൽ നിന്നും അവിടെ നിന്നും ഇവിടെ നിന്നും എല്ലായിടത്തും ഫോട്ടോ എടുത്തോണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു സെറ്റപ്പ് വരുമ്പോൾ അതൊക്കെ ഒന്ന് കയറി കാണുക എന്ന് പറയുമ്പോൾ ഒരു സന്തോഷമല്ലേ. ഇവിടെ ഒരാളുണ്ട് കേട്ടോ, ഒരു കുഞ്ഞൻ ധ്രുവക്കരടി. നല്ല രസമായിട്ടുണ്ട്. ഒരു ചെറിയൊരു സെറ്റപ്പില് ചെറിയൊരു കുഞ്ഞൻ ധ്രുവക്കരടി. സംഗതി ചെറുതാണെങ്കിലും ഇതിന്റെയൊക്കെ പിന്നിൽ എത്രമാത്രം ഹാർഡ് വർക്ക് ഉണ്ടായിരിക്കും അവരുടെ. ഞാൻ വന്ന സമയത്ത് തന്നെ പറഞ്ഞിട്ടുള്ള കുറച്ച് മരങ്ങൾ ഉണ്ടായിരുന്നല്ലോ, അതൊരു വെളിച്ചം വന്ന സമയത്ത് നമുക്ക് കിട്ടിയ ഷോട്ടുകളാണ് കേട്ടോ ഇത്. അടിപൊളിയായില്ലേ, അടിപൊളി സെറ്റപ്പിലല്ലേ ഇവരോട് ചെയ്തിരിക്കുന്നത്. നമ്മുടെ യാക്കിനെ നന്നായിട്ടൊന്ന് നിരീക്ഷിക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ട് ഒറിജിനാലിറ്റി ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതിനെങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്ന സമയത്ത് ഇതിന്റെ ഹൈറ്റും വെയിറ്റും ഒക്കെ നോക്കുമ്പോൾ വല്ലാണ്ട് ഇതിനൊരു ഒറിജിനാലിറ്റി ഫീൽ ചെയ്യുന്ന പോലെ. ഇവിടുന്ന് നേരെ പോകുന്നത് ഇവരുടെ ഹൈലൈറ്റ് ആയിട്ടുള്ള മത്സ്യകന്യകയുടെ അടുത്തേക്കാണ്. നമ്മൾ പോയ സമയത്ത് ഇതിനകത്തൊരു ഇന്ത്യൻ മത്സ്യകന്യകയായിരുന്നു ഉണ്ടായിരുന്നത്. സാധാരണ ഇതിനകത്ത് ഉണ്ടാവാറ് ഫിലിപ്പീൻസ് മത്സ്യകന്യകയാണെന്നാണ് ഇവർ പറഞ്ഞിട്ടുള്ളത്. ഇനി വരാൻ പോകുന്നത് കണ്ടാൽ പേര് പറയാൻ അറിയാത്ത കുറേ പക്ഷികളും കുറേ ജീവികളുമാണ്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു കോഴി ഐറ്റമിൽ പെട്ട സാധനമാണെന്ന് തോന്നുന്നു. ഇത് പിന്നെ പുറത്ത് എഴുതി വെച്ചിട്ടുണ്ട് യെല്ലോ അനോക്കോണ്ട. സൺകണർ ഇനത്തിൽപ്പെട്ട കുറെ ബേഡുകളാണ് ഇത്. ഞാൻ പിന്നെ എനിക്ക് യൂട്യൂബിൽ നിന്നൊക്കെ നോക്കി പരിചയമുള്ളതുകൊണ്ടാണ് ഇതിന്റെ പേര് എനിക്ക് പറയാൻ പറ്റിയത്. ഈ ഒരു ഐറ്റം കുറെ എണ്ണം ഉണ്ട് കേട്ടോ. ഇത് അടിപൊളി സാധനമാണ്. നല്ല രസമുണ്ട് ഇവരിങ്ങനെ ഇരുന്ന് കളിക്കുന്നത് കാണാൻ വേണ്ടിയിട്ട്. ഫിഷുകളുടെ ഒരു സെക്ഷൻ തന്നെ ഉണ്ട്. പിന്നെ നമ്മുടെ വെള്ളേലി, ഇത് 2-3 ഉണ്ടായിരുന്നു കേട്ടോ. ഒരു ഗ്ലാസിന്റെ ഒരു കൂട്ടിൽ 2-3 ഉണ്ടായിരുന്നു. ഇതും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു കോഴി ഐറ്റത്തിൽ പെട്ട സാധനമാണ്.
ഇവിടുന്ന് അങ്ങോട്ട് കുറച്ച് കൊമേഴ്ഷ്യൽ സ്റ്റാളുകളുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ള കുറേ സാധനങ്ങൾ ഇവിടെ വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കിയേക്കാം നിങ്ങൾ വരുന്ന സമയത്ത്. ഇവിടെ മുതൽ ഇനി അങ്ങോട്ട് വരുന്നത് ഫുഡ് കോർട്ടാണ് വരുന്നത്. കണ്ടു കഴിഞ്ഞ് നമ്മൾ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ഇവിടെ ഒരു മരണക്കിണറുണ്ട്, സ്കൈ റൈഡുകളുണ്ട്, പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിലൊക്കെ കയറുകയാണെങ്കിൽ നിങ്ങൾക്ക് സെപ്പറേറ്റ് ചാർജ് കൊടുക്കേണ്ടി വരും. അതായത് ഈ 120ൽ ഇത് ഇൻക്ലൂഡഡ് അല്ല, ഇതിന് സെപ്പറേറ്റ് ആണ് ചാർജ്. അപ്പോൾ ഇതിൽ കയറണമെങ്കിൽ നിങ്ങൾ വേറെ പൈസ കൊടുക്കേണ്ട വേണം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ പറ്റുന്നവരൊക്കെ പോയി കാണാം.